വെറും ഒരു 20 മിനിറ്റ് കൊണ്ട് ഈ കുക്കറിൽ നമുക്ക് നല്ല അടിപൊളി സിമ്പിൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഹായ് ഓൾ, വെൽക്കം ടു ഹോം എസൻസ്. അപ്പം ഇങ്ങനെ തുടങ്ങുകയല്ലേ. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ബിരിയാണിന്ന് കേൾക്കുമ്പോൾ തന്നെ ചൂട് കാല് കഴിച്ചാൽ എൻ്റെ പൊന്നോ ഭയങ്കര മടുപ്പ് തോന്നും. പക്ഷേ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നത് നിസ്സാരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ കുക്കർ എടുക്കുക, അതിൽ നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമുക്ക് സവോള അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ പരുവത്തിൽ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ എല്ലാ മസാലകളും ആഡ് ചെയ്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള എല്ലാ മസാലകളും ആഡ് ചെയ്തതിന് ശേഷം വഴറ്റി അതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. കുനൂനാന്നറിഞ്ഞ തക്കാളി അതുകൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ലേശം തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കവും പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് അത് ആഡ് ചെയ്ത് മിക്സ് ആക്കണുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവട്ടെ. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഞാൻ കൈമ റൈസാണ് എടുക്കുന്നത്. കൈമ റൈസ് എടുക്കുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് റൈസിന് നമ്മൾ 1.5 ഗ്ലാസ് വാട്ടറാണ് എടുക്കുന്നതെങ്കിൽ 1.5 ഗ്ലാസ് അരിക്ക് നമ്മൾ 2.25 ഗ്ലാസ് ഓഫ് വാട്ടറാണ് എടുക്കേണ്ടത്. ആ റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചൊരു ഇതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ്, റൈസ് വേവാനുള്ള ഒത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിഡ് വെച്ചിട്ട് മൂടി വയ്ക്കാം. കുറേ ചെറുതായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം നമ്മൾ ഫിസിൽ ഇറക്കി വയ്ക്കാം. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. അമ്മയ്ക്ക് പനി ആയതുകൊണ്ട് തൈരിട്ട് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കച്ചമ്പറും തൈരിട്ട് സാലഡും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് 2 ഫിസിൽ പെട്ടെന്നായിരുന്നു അടിച്ചത്. അങ്ങനെ 2 ഫിസിൽ മാത്രം കേട്ടാൽ മതി. നല്ല അടിപൊളി ബിരിയാണി അപ്പം തന്നെ സെറ്റായിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില ഇതിലിടുന്നത്, ഭയങ്കര അടിപൊളി ഫ്ലേവർ തരും. അതുകൊണ്ട് അത് കുറച്ചിട്ട് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി കുറച്ച് പാത്രം കൂടെ കഴുകി ഞാൻ സെറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ പോയി കുളിച്ച് വന്നപ്പോഴത്തേക്കും സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കച്ചമ്പറും സാലഡും അച്ചാറും ഞാൻ മിസ് ചെയ്തു. ടേസ്റ്റ്, ആ സ്മെല്ല് തന്നെ എന്ത് രസമാണെന്നറിയോ. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ബിരിയാണി ഉണ്ടാക്കി ആരെങ്കിലുമൊക്കെ ഞെട്ടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിടിലൻ ഐറ്റമാണ് ഇത്. ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ റിവ്യൂ കോമൻറ്റ്സ് വഴി അറിയിക്കുക. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.